ആദ്യൊരു മാച്ച് കളിക്കും. ഈ പുള്ളി ആകുന്നുണ്ട്. നമുക്ക് മെസ്സിനെ EMF ഇട്ടണം. എന്റെ സ്ക്വാഡ് കണ്ടിട്ട് ആരംഭിച്ചിരിക്കുന്നത് എനിക്കറിയില്ല, സത്യമായിട്ട് അറിയില്ല. എനിക്ക് ഫുട്ബോൾ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ പോകുന്നല്ല, ഒരു നോബെന്ന് ഞാൻ കൊടുത്തേക്കുന്നതുകൊണ്ടാണ്. ഏതോ ഓൺലൈൻ മാച്ച് കിട്ടിയിട്ടുണ്ട്. ഓൺലൈൻ മാച്ച് അല്ലേ കൊടുത്ത് ഓപ്പണിന്റെ. ഓക്കെ, ബെറ്റർ ദാൻ മീ. നോക്കാം. ഫസ്റ്റ് തന്നെ പോയി. ഞാനൊരു അത്രയും പ്രോ ഒന്നുമല്ല. ഞാൻ പേര് പോലെ തന്നെ നോബാണ്, പ്രോ ആണ് ആഗ്രഹിക്കുന്നുള്ളൂ. കളി നമ്മളെ കൈ കിട്ടുന്ന ചാൻസ് ഉണ്ട്. ഇപ്പോൾ തന്നെ കൊണ്ടുപോകും. കിടിലാട്ടോ. പേടിക്കാതെ അവൻ ചെയ്തത്. ഗോളി അവിടെ തന്നെ എത്തിയാണോ? അമ്മമാരത്ര പോരാട്ടോ, വിചാരിച്ചത്ര പോരാ. എന്തായാലും നമ്മൾ കളി ജയിക്കും, ഉറപ്പാ. കളി തുടങ്ങുമ്പോഴേ നമുക്ക് മനസ്സിലാവും എങ്ങനെ ആയിരിക്കുന്നത്. ഒന്നുകിൽ ഡ്രോ അല്ലെങ്കിൽ നമ്മൾ ജയിക്കും. അവൻ എന്തായാലും ജയിക്കില്ല, ഉറപ്പാണ്. അടി 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 അടി. കുഴപ്പമില്ല. ഫസ്റ്റ് ഷോട്ട് അടിച്ച്. ഫസ്റ്റ് ഗോൾ ഇതാണ്. യെസ്, ഓപ്പണിംഗ് ബ്ലോ. ഞാൻ പറഞ്ഞില്ലേ അമ്മമാരെ, ഒന്നിനെയാണ് ഈ കളി 4 ഫീറ്റ് അടിച്ചു പോകും, ഉറപ്പാ. എന്തോ എൻ്റെ സ്ക്വാഡ് പോലല്ല എൻ്റെ കളി. ഈ കളി സ്കോർ കളിക്കുകയാണെങ്കിൽ 3-1 ആയിരിക്കും. അവൻ്റെ എനിക്ക് തുടക്കത്തിൽ തോന്നി അവന് അത്ര സീനില്ലാത്തവനാണെന്ന്. പറയാൻ പറ്റില്ല കേട്ടോ. വല്ല ചിലവന്മാരുണ്ട് ഈ ഗോളിന് പോയി നിൽക്കുമ്പോൾ പോയിട്ട് സെറ്റിങ്സ് മാറ്റും. അവന്മാര് ഫസ്റ്റ് ഹാഫിലേക്ക് ഒരു ടീം, സെക്കൻഡ് ഹാഫിലേക്ക് ഒരു ടീം, അങ്ങനെ കിടക്കുന്നവരുണ്ട്. മെസ്സി ഗോളിയുടെ മിസ്റ്റേക്ക്, ഒരു ഗോൾ വരെ എനിക്ക് ഉറപ്പായിരുന്നു. ഈ കളി ഫുള്ള് കളിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പോക്ക് കണ്ടിട്ട് അവൻ വേഗം 4 ഫീറ്റ് അടിക്കാമെന്ന് പോകാണ്ട്. ചിലവരങ്ങനെയാ, 2 ഗോളിൽ കൂടുതൽ അടിച്ചാൽ അപ്പോൾ 4 ഫീറ്റ് അടിക്കും. ഇപ്പം അവൻ 4 ഫീറ്റ് അടിക്കുന്നേക്കും. ചാൻസ് ഉണ്ട്. നമ്മൾ അധികം ഗോൾ അടിക്കാതിരുന്നാണ് നല്ലത്, അല്ലെങ്കിൽ ഇവൻ നിർത്തിപ്പോകും. ഈ കളി ഫുള്ള് കളിക്കുമ്പോഴല്ലേ നമുക്കൊരു ത്രില്ല്. ഒരു ഗോൾ കൂടി അടിച്ചാൽ അവൻ എന്തായാലും നിർത്തിപ്പോകും, ഉറപ്പാ. പേടിപ്പിച്ചുവിടാം ചുമ്മാ. അയ്യോ, ഗോളായില്ലേ. ചുമ്മാ നമ്മുടെ ആക്ടിങ്ങാണ്. കുറച്ചു നേരം അവൻ നന്നായി കളിക്കുന്നുണ്ടെന്നാണ് തോന്നിക്കോട്ടെ. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു. 3 ഓൺ ടാർഗറ്റാണ്, 3 ഗോളാക്കിയിട്ടുണ്ട്. ഗോള് നമുക്ക് ലാസ്റ്റ് കാണാം.
എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളിൽ വല്ല ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഒന്ന് ആഡ് ചെയ്യണേ. അവനൊരു ഷോട്ട് ഇട്ട് വേഗം തോന്നുന്ന ഒരായിട്ട് ഫസ്റ്റ് ടാർഗറ്റ് ഷോട്ട് ക്ലിയർ ആയിട്ട് അവനൊരു ഗോളടിച്ച് സാരമില്ല. കുറച്ച് നേരം നമ്മൾ കളി കൈ വിട്ടിരുന്നു, അതുകൊണ്ടാ നമ്മൾ ഡിസേർവ് ചെയ്യുന്നു. സാരമില്ല, നമ്മൾ 2 കൂടെ അടിക്കും. ഞാൻ 3-1 പറഞ്ഞിരുന്നെങ്കിലും കളി നമുക്ക് ഒരു 5 അടിക്കാവുന്നതാണ്. നമ്മുടെ ഫഹദൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ദീപാവലി സീസണിൽ നമുക്ക് ഫഹദിനെയും ചേത്രിനെ എടുക്കാൻ മതി. ഫഹദിനെയും ചാൻസിനെ പേടിപ്പിച്ചേക്കാം. അത് പേടിപ്പിച്ചതല്ല, അപ്പൊ ഷോട്ട് ഞാൻ വിചാരിച്ചാൽ ഫോർഫിറ്റ് അടിക്കുന്നതാ. പക്ഷെ അവൻ കളിച്ച് ഹെൽപ്പ് പ്ലേ അവൻ കളിച്ചിട്ടാ കളിക്കാൻ പോകുന്നത്. പക്ഷെ റോജേഴ്സിനോട് ഗോൾ അടിപ്പിക്കണമെന്നുണ്ടായിരുന്നു, തന്നെ തന്നു. അടി അടി യെസ്. ആ ഗോൾ കണ്ടോ? ആ ഗോളിലേന്ന് വന്ന മിസ്റ്റേക്കാ. അത് കാണാൻ പറ്റും. ഹൈലൈറ്റ്സ് കാണിച്ചത്. കളി ഓൺലൈൻ മാച്ച്. ജംഷഡ്പൂരിന്റെ ജേഴ്സി പോലുണ്ടല്ലോ. 10 ഷോട്ട് 6 ഓൺ ടാർഗറ്റ്. ഹൈലൈറ്റ്സ് കാണിച്ചത്. ഹൈലൈറ്റ്സിലെ ഫസ്റ്റ് പോയിച്ച റോജേഴ്സ് ആണല്ലേ. ഓക്കെ റോജേഴ്സിന് ഒരു ഗോള്. സ്ക്രീനിൽ ഞാൻ താഴെ കാണുന്ന സാധനം അതെന്റെ ഇൻട്രോവേർട്ട്നെസ് കൊണ്ട് ഞാൻ വെച്ചതാണ് കേട്ടോ. അടുത്ത ഗോൾ മെസ്സി. ഞാൻ വേറൊരു ചാനലിനെ പറ്റി ആലോചിക്കുമ്പോൾ എനിക്കൊരു ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് എനിക്കിങ്ങനെ കാണിക്കാനും മടിയായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ സാധ്യത നോക്കിയത്. 3ാമത്തെ ഗോൾ അടിച്ചത് ബെല്ലിംഗാം, എംബാപ്പെ അസിസ്റ്റ്. 4th ഗോൾ അടിച്ചത് 4th ഗോളാണ് കാണേണ്ടത്. ഇനി അവരുടെ കുറച്ച് ഇതുണ്ട്. ബെൻസേമ ഒരു ഷോട്ട് അടിച്ചു. അത് കഴിഞ്ഞ് ബെൻസേമയാണ് ഗോൾ അടിച്ചത്. കിടിലൻ ഗോളായിരുന്നു. പോസ്റ്റിന്റെ മേലടിച്ചിട്ട് ഗോളായി. ലാസ്റ്റ് ഗോൾ. അപ്പൊ നമ്മൾ ഷോട്ട് അടിച്ച് വേറെ തന്നെ കാര്യം ഗോളായി. അയ്യോ കിടു. കളിയിൽ കൈവച്ചൊന്നും കാര്യമില്ല. ഗോൾ കിടു കിടു. കേപ്പോ ബൈ ഗൈസ്. ഇന്നത്തെ കളി നമുക്ക് മാൻ ഓഫ് ദ മാച്ച് ആകാൻ നോക്കാം. മാൻ ഓഫ് ദ മാച്ചിന്റെ ആള് മാൻ ഓഫ് ദ മാച്ച് 7.5 റേറ്റിംഗ്. ഗോൾ അടിച്ചിട്ട് ഇവൻ എന്താ ഒരു ഇതില്ലാത്ത. ഓക്കെ ബൈ. സബ്സ്ക്രൈബ്.